മോനെ ആരാ നിൽക്കടാ? എല്ലാരും എന്ത് നിനക്കിത് പഠിത്തമില്ലായിരുന്നോ? ഇന്ന് പഠിത്തമില്ല. ചേച്ചി വല്യമ്മാവന. അമ്മ എന്തിയാടാ? ആ മാമനോ? അമ്മ അകത്തുണ്ട്. ആ എന്നെ എടുക്ക. ആ സോമചേട്ടനാണോ? ഇരിക്ക. എന്നാ പതിവില്ലാതെ. നിന്റെ കാലിന് എങ്ങനുണ്ട്? കുറവുണ്ട് സോമചേട്ടാ. ഇപ്പൊ ആയുർവേദത്തിൽ കാണിച്ചോണ്ടിരിക്കുക. എന്നാ പറ്റി? ഇന്നവൻ വീട്ടിലുണ്ടല്ലോ. ഇന്നങ്ങും തണ്ടാന്ന് ഇറങ്ങിയില്ലേ? ഒരു കണക്കിന് അതാ നല്ലത്. നാട്ടുകാർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമല്ലോ. എന്നും കള്ളും കഞ്ചാവും തല്ലും വേളവും അല്ലേ? അവനൊരു അപകടം പറ്റിയായിരുന്നു. റെസ്റ്റിലായിരുന്നു. എങ്ങനെ പറ്റാതിരിക്കും? കയ്യിലിരിപ്പതല്ലേ. അവൻ്റെ ആ സ്വഭാവമൊക്കെ മാറി. ഇപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ അപകടം ഉണ്ടായത്. നാട്ടുകാർ പറയുന്നത് അതൊന്നുമില്ല. അത് കഞ്ചാവൊക്കെ നിർത്തിയിട്ട് ഏതോ കൂടിയ ലഹരി ഉപയോഗിക്കുന്ന പറയുന്നത്. അതാ വെളിയിലോട്ടൊന്നും കാണാത്തതെന്ന്. എന്നാൽ ഞാൻ ഇറങ്ങുക. ഇതിൽ വന്നപ്പോൾ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. മാമൻ പറഞ്ഞല്ല ഞാൻ കേട്ടു. എടാ, നീ കേട്ടാലൊന്നും എനിക്കൊന്നുമില്ല. നീ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. മാമ, ഞാൻ ജീവിതത്തിൽ പല തെറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതിൽ നിന്നെല്ലാം മാറി. ആക്സിഡൻ്റായിട്ട് 2 മാസം വീട്ടിൽ ഇരുന്നപ്പോഴാണ് ആരൊക്കെ കൂടെയുണ്ട് ആരൊക്കെ കൂടെയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മാമനോട് നാട്ടുകാർ പറഞ്ഞില്ല ഞാൻ പുതിയൊരു ലഹരി ഉപയോഗിക്കുന്നത്. ഉണ്ട്, സത്യമാണ്. ഞാൻ പുതിയൊരു ലഹരിക്ക് അടിമയാണ്. മാമനും നാട്ടുകാരും പറഞ്ഞ പുതിയ ലഹരി ഇതാ, എൻ്റെ ഭാര്യയും എൻ്റെ ഈ പൊന്നു മോനും. കുടുംബമല്ലേ മാമ ഏറ്റവും വലിയ ലഹരി. പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ ഇച്ചിരി താമസിച്ചു.